ഹലോ ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 19-ാം നൂറ്റാണ്ട് കാലഘട്ടങ്ങളിലെ പ്രശസ്തനായ എഴുത്തുകാരൻ ചാൾസ് ലാംബ് എഴുതിയ എ ഡിസേർട്ടേഷൻ അപ്പോൺ റോസ്റ്റ് പിഗ് എന്ന് പറയുന്ന ഒരു എസ്സേയെക്കുറിച്ചാണ്. ഈ ഒരു കൃതിയിൽ വളരെ രസകരമായ രീതിയിൽ മനുഷ്യനും ഫുഡും, അതായത് മനുഷ്യനും ഭക്ഷണവും തമ്മിലുള്ള ബന്ധത്തെ വളരെ നർമ്മം കലർത്തിക്കൊണ്ട് രസകരമായ രീതിയിൽ പ്രസ്താവിക്കാനാണ് ചാൾസ് ലാംബ് ശ്രമിക്കുന്നത്. എസ്സേയുടെ തുടക്കത്തിൽ തന്നെ തോമസ് മാനിങ് എന്ന് പറയുന്ന തൻ്റെ ഫ്രണ്ട് തന്നോട് പറയുന്ന ഒരു കഥ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് എസ്സേ ആരംഭിക്കുന്നത്. ആദ്യമായിട്ട് തന്നെ ചൈനയിൽ പണ്ടുകാലത്ത് റോ മീറ്റ്, അതായത് പച്ചയിറച്ചിയെ കഴിക്കുന്ന ഒരു ശീലമായിരുന്നു ഉണ്ടായിരുന്നത്. അവർക്ക് വേവിച്ച ഇറച്ചി എന്ന് പറയുന്നത് അവർ കഴിച്ച് പരിചയമുള്ള ഒരു കാര്യമായിരുന്നില്ല. എന്നാൽ ഈ വേവിച്ച ഇറച്ചി അവരുടെ ജീവിതത്തിലെ ഒരു ഭാഗമായി തീർന്ന കഥയാണ് തോമസ് മാനിങ് ചാൾസ് ലാംബിനോട് പറയുന്നത്. ബോബോ ആൻഡ് ഹോട്ടി. ബോബോയും ഹോട്ടിയുമാണ് ഇതിലെ പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത്. ഹോട്ടിയുടെ മകനാണ് ബോബോ. ഹോട്ടി ഒരിക്കൽ വീട്ടിൽ നിന്നും പുറത്തുപോയ സമയത്ത് ബോബോ തൻ്റെ വീട്ടിൽ തീപ്പന്തം കൊണ്ട് കളിക്കുകയാണ്. തീപ്പന്തം കൊണ്ട് കളിക്കുന്നതിനിടയിൽ തീ പടർന്നുകൊണ്ട് തൻ്റെ വീടിന് തീ പിടിക്കുകയാണ്. വീട് കത്തിപ്പോവുകയും അതോടൊപ്പം തന്നെ അവർക്കുണ്ടായിരുന്ന 9 പന്നികളടങ്ങുന്ന പന്നി ഫാമിനും തീ വരികയാണ്. പന്നി ഫാം തീ വന്ന് 9 പന്നികളും ഓൺ ദ സ്പോട്ടിൽ തന്നെ പൊരിഞ്ഞു പോവുകയാണ്, വെന്തു പോവുകയാണ്. ഇത് കണ്ട് ബോബോ വളരെയധികം വെപ്രാളപ്പെടുകയും ടെൻഷൻ അടിക്കുകയും ചെയ്യുന്നു. അച്ഛൻ വരുമ്പോൾ അച്ഛനോട് എന്ത് പറയുമെന്ന് ടെൻഷൻ അടിക്കുമ്പോഴാണ് ഈ വേവിച്ചിറച്ചിയുടെ മണം അവൻ്റെ മൂക്കിലേക്ക് അടിച്ചു വരികയാണ്. വളരെയധികം നല്ലൊരു ടേസ്റ്റിയായ മണം അവൻ്റെ മൂക്കിലേക്ക് വന്നപ്പോൾ അവൻ ജസ്റ്റ് വേവിച്ചിറച്ചി തൊട്ട് നോക്കുകയും അത് വളരെ മാർദ്ദവമുള്ളതാണെന്ന് അറിയുകയും ചെയ്യുന്നു. അങ്ങനെ അവൻ ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കുകയും അതിൻ്റെ രസം പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒന്ന് തന്നെയായിരുന്നു. അങ്ങനെ അവൻ ആ രസത്തിൽ അവൻ്റെ വയറ് നിറയുന്നത് വരെ പന്നിയിറച്ചി കഴിക്കുകയും ചെയ്യുന്നു. കുറച്ച് സമയത്തിന് ശേഷം ഹോട്ടി വീട്ടിലേക്ക് തിരിച്ചു വരികയും കത്തിപ്പോയ വീടും കത്തിപ്പോയിട്ടുള്ള പന്നി ഫാമും കണ്ട് ബോബോയോട് ഹോട്ടി ചൂടാകുന്നു. ഈ ഒരു വെന്ത പന്നിയുടെ ടേസ്റ്റിനെ പറ്റി ബോബോ ഹോട്ടിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നാൽ ഹോട്ടി അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വെച്ച് പൊരിച്ച പന്നി, അതായത് വെന്ത പന്നി ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കുകയാണ്. അപ്പോൾ ഹോട്ടിക്കും ഇത് വളരെയധികം ഇഷ്ടപ്പെടുകയാണ്. പിന്നീട് അങ്ങോട്ട് പല രാത്രികളിലും ഈ ബോബോയുടെയും ഹോട്ടിയുടെയും വീട്ടിൽ രാത്രികാലങ്ങളിൽ തീപ്പന്തം കത്തുന്നതായിട്ട് നാട്ടുകാർ കാണപ്പെടുന്നു എന്ന് പറയപ്പെടുന്നു. അതായത് അവർ സ്ഥിരമായിട്ട് പന്നിയിറച്ചി വേവിക്കുകയും കഴിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇത് കോടതിയിലേക്ക് എടുക്കപ്പെടുകയും കേസാവുകയും ചെയ്യുന്നു. അങ്ങനെ കേസായി ഇവർ കോടതിയിലെത്തുകയും കോടതിയിൽ വെച്ച് ജഡ്ജി ഇവരെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ജഡ്ജിന് ജസ്റ്റ് ഈ പൊരിച്ച, അതായത് വേവിച്ച പന്നിയുടെ ടേസ്റ്റിനെ പറ്റി പറഞ്ഞു കൊടുക്കുകയും ജഡ്ജും അവിടെ കോടതിയിലുള്ള മറ്റുള്ള ആൾക്കാരും വേവിച്ച പന്നി കഴിച്ചു നോക്കുകയും അവർക്കും ഇത് വളരെയധികം ഇഷ്ടപ്പെട്ടെന്ന് തന്നെയായി. അങ്ങനെ ഈ വേവിച്ച പന്നിയുടെ ഖ്യാതി ചൈനയിലുടനീളം പരക്കുകയും ചൈനക്കാരുടെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഇഷ്ടപ്പെട്ട ഫുഡായിട്ട് പൊരിച്ച പന്നി അഥവാ പന്നി വേവിച്ച് കഴിക്കൽ മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ് കഥ. ചാൾസ് ലാംബിനെ സംബന്ധിച്ചിടത്തോളം പന്നിയുടെ ക്രിസ്പിയായ ആ തൊലിയും അതിൻ്റെ ആ മാർദ്ദവമുള്ള ഇറച്ചിയും തനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടതും വളരെയധികം രുചിയുള്ളതുമാണെന്ന് ചാൾസ് ലാംബ് എസ്സേയിലൂടെ പ്രതിപാദിക്കുന്നു. സത്യത്തിൽ ചാൾസ് ലാംബ് ഒരുപാട് ജീവികളുടെ ഇറച്ചി ഇഷ്ടപ്പെടുന്നു, ഒരുപാട് ജീവികളുടെ ഇറച്ചി കഴിക്കുന്നവനുമാണ്. എന്നാൽ അതെല്ലാം തൻ്റെ ഫ്രണ്ട്സുമായിട്ടോ മറ്റുള്ളവരുമായിട്ടോ ഷെയർ ചെയ്ത് കഴിക്കാനും മറ്റുള്ളവർക്ക് കൊടുക്കാനുമൊക്കെ ചാൾസ് ലാംബിന് ഇഷ്ടം തന്നെയാണ്. ബട്ട് പന്നിയിറച്ചിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ പന്നിയിറച്ചി മറ്റുള്ളവർക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യാനോ ചാൾസ് ലാംബ് ഒരിക്കലും ആഗ്രഹിക്കപ്പെടുന്നില്ല. കാരണം അത്രത്തോളം ചാൾസ് ലാംബ് വേവിച്ച പന്നിയിറച്ചി ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിൽ മനുഷ്യനും ഫുഡും തമ്മിലുള്ള ബന്ധത്തെ ചാൾസ് ലാംബ് വളരെയധികം സ്പഷ്ടമായ രീതിയിൽ പ്രതിപാദിക്കുകയാണ് ഈ ഒരു എസ്സേയിലൂടെ ചെയ്യുന്നത്. ഓക്കെ ഗൈസ്, വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായെന്ന് കരുതുന്നു. ഉപകാരപ്രദമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.